അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ മസദ്, അതിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, അൽ മസദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, ഈന്തപ്പന നാര് കൊണ്ട് പിരിച്ചെടുത്ത കയർ എന്നാണ് അർത്ഥം. അൽ മസദ്. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ പരാമർശിക്കുന്ന അബൂ ലഹബ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? ഉത്തരം, പിതൃ സഹോദരൻ. അടുത്ത ചോദ്യം, അബൂ ലഹബിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം, അബുൽ ഉസ്സ ബിൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ ഉസ്സ ബിൻ അബ്ദുൽ മുത്തലിബ്. അടുത്ത ചോദ്യം, അബൂ ലഹബ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമെന്ത്? അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തിരുന്നതിനാലും പ്രകാശിച്ചിരുന്നതിനാലും. എന്നാൽ ഖുർആൻ ഈ പേര് ഉപയോഗിച്ചത് അദ്ദേഹം നരകാഗ്നിയിൽ കത്തിയെരിയുന്നവൻ ആണെന്ന് സൂചിപ്പിക്കാനാണ്. അടുത്ത ചോദ്യം, തബ്ബത് യദാ അബീ ലഹബ് എന്ന വചനത്തിൻ്റെ അർത്ഥമെന്ത്? തബ്ബത് യദാ അബീ ലഹബ്. അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അല്ലെങ്കിൽ നശിച്ചിരിക്കുന്നു എന്നാണ് തബ്ബത് യദാ അബീ ലഹബ് എന്നതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, അബൂ ലഹബിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? അവളെ ഖുർആൻ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം, ഉമ്മു ജമീൽ. അർവ ബിൻത് ഹർബ്. അവളെ ഹമ്മാലത്തുൽ ഹതബ് എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. അതായത് വിറക് ചുമലിലേറ്റുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, അബൂ ലഹബിൻ്റെ ഭാര്യയുടെ കഴുത്തിൽ എങ്ങനെയുള്ള കയറാണ് ഉണ്ടാകുക എന്ന് ഖുർആൻ പറയുന്നത്? ഉത്തരം, ഈന്തപ്പന നാര് കൊണ്ട് പിരിച്ചെടുത്ത കഠിനമായ കയർ, ഹബ്ലും മിൻ മസദ്. അടുത്ത ചോദ്യം, ഈ സൂറത്ത് ഇസ്ലാമിൻ്റെ സത്യസന്ധതയ്ക്കുള്ള ഒരു തെളിവായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇതിനെ മിറാക്കിൾ ഓഫ് ഖുർആൻ എന്നും വിളിക്കുന്നുണ്ട്. ഉത്തരം, ഈ സൂറത്ത് അവതരിച്ച് 10 വർഷത്തോളം അബൂ ലഹബ് ജീവിച്ചിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ കള്ളത്തരത്തിനെങ്കിലും ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞ ഖുർആൻ തെറ്റാണെന്ന് വാദിക്കാമായിരുന്നു. എന്നാൽ അള്ളാഹു പറഞ്ഞതുപോലെ അയാൾ അവിശ്വാസിയായി തന്നെ മരിച്ചു. അടുത്ത ചോദ്യം, അബൂ ലഹബിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഉത്തരം, ബദർ യുദ്ധത്തിന് ശേഷം പടർന്നു പിടിക്കുന്ന ഒരു മാരകമായ ചർമ്മരോഗം ബാധിച്ചാണ് അയാൾ മരിച്ചത്. ദുർഗന്ധം കാരണം സ്വന്തം മക്കൾ പോലും മൃതദേഹത്തിനടുത്തേക്ക് വന്നില്ല. അടുത്ത ചോദ്യം, ലഹബ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്?
ആളിപ്പടരുന്ന തീജ്വാല. അടുത്ത ചോദ്യം, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ ആരുടെ സഹോദരിയായിരുന്നു? ഉത്തരം, അബൂ സുഫിയാന്റെ സഹോദരി. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വതബ് എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ഉത്തരം, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു ഉറപ്പായ പ്രഖ്യാപനമായിട്ടാണ് വതബ് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, അബൂലഹബിന്റെ ഭാര്യ വിറക് ചുമക്കുന്നത് പരലോകത്ത് എന്തിനു വേണ്ടിയായിരിക്കും എന്നാണ് ഈ സൂറത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം, തൻ്റെ ഭർത്താവിനെ കരിച്ചുകൊണ്ടിരിക്കുന്ന നരകാഗ്നി ജ്വലിപ്പിക്കാനുള്ള വിറകായിട്ടായിരിക്കും അവൾ അത് ചുമക്കുന്നത്. അടുത്ത ചോദ്യം, ഈ സൂറത്ത് നൽകുന്ന പ്രധാന പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ പദവിയോ കുടുംബ ബന്ധമോ അല്ല, മറിച്ച് വിശ്വാസവും സൽപ്രവൃത്തികളുമാണ് പ്രധാനം എന്നതാണ്. അടുത്ത ചോദ്യം, ഖുർആനിൽ പേരെടുത്ത് ശപിക്കപ്പെട്ട ഒരേ ഒരു സത്യനിഷേധി ആരാണ്? ഖുർആനിൽ പേരെടുത്ത് ശപിക്കപ്പെട്ട ഒരേ ഒരു സത്യനിഷേധി ആരാണ്? ഉത്തരം, അബൂലഹബ്. അടുത്ത ചോദ്യം, ഉമ്മു ജമീൽ തൻ്റെ കഴുത്തിലെ വിലപിടിപ്പുള്ള മാലയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? ഉത്തരം, മുഹമ്മദിനോടുള്ള ശത്രുതയ്ക്കായി ഞാൻ ഈ മാല ചെലവാക്കും എന്നവൾ പറഞ്ഞിരുന്നു. അതിനുള്ള ശിക്ഷയാണ് അവളുടെ കഴുത്തിൽ നാരുകൊണ്ടുള്ള കയറുണ്ടാവുമെന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, അബൂലഹബിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്ബ, ഉതൈബ, മുഅത്തിബ്. ഇതിൽ ഉത്ബയും മുഅത്തിബും മക്ക വിജയത്തിന് ശേഷം മുസ്ലിങ്ങളായി.